ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, ഇതെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടാണല്ലോ ക്ലാസ് കൂടാനിരിക്കുന്നത്. എന്ത് രസമെന്നറിയോ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ. പുഞ്ചിരിക്കുന്ന മുഖമുള്ള കുഞ്ഞുങ്ങളെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ സിസ്റ്റർ നമ്മളെ സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അല്ലേ? നമുക്കെന്നാ ഒന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ. ഇനി കുഞ്ഞിക്കരങ്ങൾ കൂപ്പി കുഞ്ഞിക്കണ്ണുകൾ പൂട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നന്മയിലും വിശുദ്ധിയിലും വളർത്തണമേ. ആമീൻ. കുഞ്ഞുങ്ങളെ, ഇനി എല്ലാവർക്കും ഇരിക്കാം കേട്ടോ. രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ കുടിച്ചോ? കുടിച്ചു അല്ലേ? ഇന്ന് അമ്മ എന്താ ഉണ്ടാക്കി തന്നത്? അപ്പം, ദോശ, ചപ്പാത്തി, പിന്നെയോ പുട്ട്. സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതാരാ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി തന്നത്? അമ്മയാണ് അല്ലേ? ഇനി കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് നല്ല സുന്ദരന്മാരും സുന്ദരികളും ആക്കുന്നത് ആരാ? അതും അമ്മയാണ് അല്ലേ? ഇനി നമുക്കൊരു അസുഖം വന്നാലേ നമ്മുടെ അടുത്തുനിന്ന് മാറാതെ നമ്മളെ നോക്കുന്നത് ആരാ? അതും അമ്മയാണ് അല്ലേ? കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? സിസ്റ്ററിനും അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന്. ഇനി കുഞ്ഞുങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴേ, കടയിലൊക്കെ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടൊരു ചോക്ലേറ്റ് കണ്ടു എന്ന് വിചാരിക്കേ. ആരുടെയൊക്കെയോ വായിൽ വെള്ളം ഊറുന്നുണ്ട്, സിസ്റ്ററിന് കാണാം. അപ്പോൾ ആ ചോക്ലേറ്റ് വേണമെങ്കിൽ ആരോടാ പറയുന്നേ? അമ്മയോട് പറയൂ അല്ലേ? അമ്മ എന്നിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു തരും, പപ്പയോട് പറഞ്ഞ് അല്ലേ? ഇനി ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം കണ്ടാലും ഒക്കെ അമ്മയോടാ പറയുന്നത് അല്ലേ? അപ്പം അമ്മ അത് മേടിച്ചു തരും. അപ്പം നമ്മൾ ഇന്നൊരു അമ്മയും കുഞ്ഞുവാവയും കാണാൻ പോകുക. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മുടെ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സ്നേഹത്തോടെ കരങ്ങളിലെടുത്ത് ഓമനിച്ച് ലാളിച്ച് സ്നേഹിച്ച് നമ്മുടെ പുഞ്ചിരി കണ്ട് ആനന്ദിച്ച് എപ്പോഴും നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ കളിക്കാനും ചിരിക്കാനും അമ്മ ഒപ്പമുണ്ട്. നമ്മളെ കുളിപ്പിക്കുന്നതും മാമൂട്ടുന്നതും നമ്മുടെ അമ്മയാണ്. നമ്മളെ പിച്ച വയ്ക്കാൻ പഠിപ്പിക്കുന്നതും താരാട്ട് പാടി ഉറക്കുന്നതും നമ്മുടെ അമ്മയാണ്. കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ ആരെയാ കണ്ടത്? ഒരമ്മയും കുഞ്ഞുവാവയും അല്ലേ? ഈ അമ്മ കുഞ്ഞുവാവയെ കുളിപ്പിക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നു, പിന്നെയോ പിച്ച വെക്കാൻ പഠിപ്പിക്കുന്നു അല്ലേ? എന്ത് സ്നേഹത്തോടെയാണല്ലേ അമ്മ കുഞ്ഞുവാവയെ കൊണ്ട് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരമ്മയുള്ളതുപോലെ നമ്മുടെ ഈശോയ്ക്കും ഒരമ്മയുണ്ട്. നമ്മുടെ ഉണ്ണീശോയുടെ അമ്മയുടെ പേരെന്താണെന്ന് അറിയാമോ? നമ്മുടെ ഉണ്ണീശോയുടെ അമ്മയുടെ പേര് മറിയം എന്നാണ്. എല്ലാ കുഞ്ഞുങ്ങളൊന്ന് ഒരുമിച്ച് പറഞ്ഞേ, മറിയം. പറഞ്ഞേ, മറിയം. നമ്മളിൽ ചിലർക്ക് പേരുണ്ട് അല്ലേ? മരിയ എന്നും മേരി എന്നും ഒക്കെ. അത് ഉണ്ണീശോയുടെ അമ്മയുടെ പേരാ. ഉണ്ണീശോയുടെ അമ്മയുടെ പേരെന്താണ്? മറിയം. സിസ്റ്റർ ഒരു കഥ പറയാവേ. നമ്മുടെ ഉണ്ണീശോ ഉണ്ടല്ലോ, ഒരു ദിവസം നമ്മളെപ്പോലെ പുറത്ത് നിന്ന് കളിക്കുമായിരുന്നു. കളിക്കുന്ന സമയത്തുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഉണ്ണീശോ കാല് തെറ്റി ഒരൊറ്റ വീഴ്ച. പാവം ഉണ്ണീശോ എത്ര നോക്കിയിട്ട് ഉണ്ണീശോയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ഉണ്ണീശോയുടെ അമ്മ ഇത് കാണുന്നുണ്ടായിരുന്നു.
എന്നിട്ട് ഉണ്ണീശോയുടെ അമ്മ എന്താ ചെയ്തതെന്ന് അറിയണമല്ലേ? അത് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ ഉണ്ണീശോയുടെ അമ്മ ചെയ്തതെന്ന്. ഈശോയുടെ കുഞ്ഞുങ്ങളെ കണ്ടോ? ഉണ്ണീശോയുടെ അമ്മ എത്ര സ്നേഹത്തോടെ ഉണ്ണീശോയെ കൈകളിൽ എടുത്തതെന്ന്, എത്ര സ്നേഹത്തോടെയാണ് താലോലിച്ചതെന്ന് കുഞ്ഞുങ്ങൾ കണ്ടു അല്ലേ? നമ്മൾ ഉണ്ണീശോയുടെ അമ്മയോട് പ്രാർത്ഥിക്കുമ്പം ഉണ്ണീശോയുടെ അമ്മ ഇതുപോലെ നമ്മുടെ ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ എടുക്കും, എന്നിട്ട് നമ്മുടെ കൂടെ നടക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കും. നമുക്കേ ഉണ്ണീശോയുടെ അമ്മയോടുള്ളൊരു കൊച്ചു പ്രാർത്ഥന പഠിച്ചാലോ? ആരുടെയൊക്കെ വീട്ടിലാണ് വെല്ലിച്ചാച്ചനും വെല്ലിയമ്മച്ചിയൊക്കെ ഉള്ളത്? ഒന്ന് കൈപൊക്കി കാണിച്ച സിസ്റ്ററിനെ. കുറേ പേരുടെ വീട്ടിലുണ്ട്. ഈ വെല്ലിച്ചാച്ചനെയും വെല്ലിയമ്മച്ചിയൊക്കെ ചെല്ലുന്ന ഒരു സുകൃതജപം കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടോ? പരിശുദ്ധ അമ്മയോടുള്ള സിസ്റ്റർ ഒന്ന് കാണിക്കാം, സിസ്റ്റർ ഒന്ന് പറഞ്ഞു തരാം, കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ, കേട്ടിട്ടുണ്ട് അല്ലേ? നമുക്കേ ഇന്ന് ആക്ഷനൊക്കെ എടുത്ത് ഈ സുകൃതജപം ഒന്ന് പഠിച്ചാലോ? റെഡിയാണോ? ആദ്യം സിസ്റ്റർ കാണിക്കും, അത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കാണിക്കണേ. എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. എളുപ്പമല്ലേ പഠിക്കാൻ? നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. ഒന്നും കൂടി ചെയ്യാം. എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. എന്തെളുപ്പമല്ലേ സുകൃതജപം പഠിക്കാൻ? ഇനി കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ സന്ധ്യയ്ക്ക് കുരിശ് വരയ്ക്കാനിരിക്കുന്ന മാതാവിൻ്റെ ഒരു രൂപമില്ലേ, കൊച്ചു ഫോട്ടോയോ രൂപമോ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രൂപത്തിന് മുമ്പിൽ ചെന്ന് നിന്നിട്ട് 3 തവണ, എത്ര തവണയാ? 3 തവണ ഈ സുകൃതജപം ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കൂല്ലേ? സിസ്റ്ററിന് അറിയാം കുഞ്ഞുങ്ങൾ മിടുക്കരാണെന്ന്. അപ്പം നമുക്ക് സിസ്റ്ററും പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ ഈശോയുടെ അമ്മയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ അമ്മയുടെ പേര് പഠിച്ചു, മറിയമെന്നാണെന്ന്. അമ്മയോടുള്ള പ്രാർത്ഥന പഠിച്ചു അല്ലേ? എന്നാൽ ഇനി നമുക്ക് ഈശോയുടെ അമ്മയെക്കുറിച്ചുള്ള ഒരു പാട്ട് കേട്ടാലോ? അമ്മ ഇന്ന് 2 അക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മ ഇന്ന് 2 അക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം. അമ്മ ഇന്ന് 2 അക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മയോടു ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മാധ്യസ്ഥം തേടിടുന്നു. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. കുഞ്ഞുങ്ങളെ, ഈശോയുടെ അമ്മയോടുള്ള പാട്ട് കേട്ടു അല്ലേ? ഈ പാട്ടിൽ നമ്മൾ എന്താ കേട്ടത്? ഈശോ നമുക്ക് തന്ന ഒരു സമ്മാനമാണ് ഈശോയുടെ അമ്മ എന്നല്ലേ? കുഞ്ഞുങ്ങൾക്കറിയാമോ ഈശോയുടെ അമ്മ എങ്ങനെ ഈശോയെ വളർത്തിയതെന്ന്? സിസ്റ്റർ പറഞ്ഞു തരാം. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലാണ് ഈശോയുടെ അമ്മ ഈശോയെ വളർത്തിയത്. നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴേ
നമ്മളെയും അമ്മ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തും. അപ്പോൾ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമോ മാതാവിനോട്? എന്താ പ്രാർത്ഥിക്കുന്നേ? ഈശോയെ പോലെ ഞങ്ങളെയും വളർത്തണേന്ന്. ഇതെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലൊക്കെ വളരുന്നത്? മാതാപിതാക്കളെ അനുസരിച്ച്, പിന്നെയോ ധാരാളം നന്മകൾ ചെയ്ത്, പിന്നെയോ സഹോദരങ്ങളെ സ്നേഹിച്ച്, ചേട്ടായിയോടും ചേച്ചിയോടും ഒന്നും വഴക്കുകൂടാതെ അവരെ സ്നേഹിച്ച്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുന്ന കുഞ്ഞുങ്ങൾ. നമുക്കും അങ്ങനെ ആകണ്ടേ? ആകണോ അല്ലേ? കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരുമിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ എണീറ്റ് നിന്നോ, എല്ലാവരും എണീറ്റ് നിന്നു. ഇനി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അമ്മേ, ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.